നിങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേ രാജ്യത്തെ നടക്കുന്ന കാര്യം പറയാതെ ഇടുക്കി മണ്ഡലത്തിലെ കാര്യം പറ. ഞാനൊരു ടാക്സി ഡ്രൈവറാ. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടുത്തെ ഈ NH 185 അല്ലാതെ ഒറ്റ വഴി നേരെ ചൊവ്വനെ ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന സഹോദരന്മാരെല്ലാം ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്മാരുണ്ട്. ഞാൻ പറയാതെ ചക്കരെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറ. ഞാൻ പറഞ്ഞിട്ട് റിംഗ് റോഡ് എന്ന് പറയുന്ന സാധനം, റിംഗ് റോഡ് എന്റെ പൊന്നു സുഹൃത്തെ പറയുന്ന കേക്ക്. ഒരു കാര്യം പറയട്ടെ ആദ്യം, അത് കഴിഞ്ഞ് പറ. മലയോര ഹൈവേ നിങ്ങൾ അവിടെ നിൽക്കുക, അത് ഞാൻ സമ്മതിച്ചു. മലയോര ഹൈവേ കട്ടപ്പന വരെ സമ്മതിച്ചു, ഇല്ലെന്ന് പറയുന്നില്ല. ബാക്കി അത് സംസ്ഥാന ഗവൺമെന്റ് നിർമ്മിച്ചാണെന്ന് സമ്മതിച്ചോ? സംസ്ഥാന ഗവൺമെന്റ് നിങ്ങളുടെ സർക്കാർ സമ്മതിച്ചു. പക്ഷേ റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ 5 വർഷം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ആ ഭാഗത്ത് എത്ര റോഡുകൾ നന്നാക്കി. ഇലക്ഷന്റെ തലേദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷന്റെ തലേദിവസം 38 കോടി രൂപയുടെ റിംഗ് റോഡ് എവിടെയാണ്? എവിടെയാ റിംഗ് റോഡ്? ഇത് ഇടുക്കിയുടെ കാര്യം മാത്രമല്ല, ബാക്കിയുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെയിൻ കാരണം റോഡ് പ്രശ്നം. കാര്യം പറഞ്ഞാൽ ഇവർ 3 പേരും അദ്ദേഹം ചോദിച്ച പോലെ മറ്റു രാജ്യങ്ങളിലെ കാര്യം നടക്കാതെ ഇവിടുത്തെ കാര്യം സംസാരിക്കുക. എത്ര വലിയ പാർട്ടികൾ മാറി മാറി കുത്തി ജയിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ റോഡ് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നന്നാകുന്ന കാര്യം അത് നടക്കുള്ള കാര്യമല്ല. ഇതിങ്ങനെ തട്ടിയും മുട്ടിയും ജീവിച്ച് നമ്മൾ ഗതികേട് കൊണ്ട് വോട്ട് കൊടുക്കുന്നു. പിന്നെ അവരുടെ നേതൃത്വത്തിൽ ഗതികേട് കൊണ്ട് നമ്മൾ ജീവിച്ചു പോകും. ആർക്ക് കുത്തിയാലും കുത്തിയില്ലെങ്കിലും നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. ചിലതൊക്കെ ഇവരെത്ര പറഞ്ഞാലും ഈ റോഡുകളൊന്നും നന്നാക്കില്ല. ഈ മറ്റേ പാർട്ടി കോൺഗ്രസ് എനിക്ക് കയറിയാലും BJP തന്നെ കയറിയാലും LDF തന്നെ ഭരിച്ചാലും റോഡുകളുടെ കാര്യത്തിലും നമ്മളുടെ ഈ പൊതുവെയുള്ള വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലും പൊതുവെയുള്ള കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ വേറെ ചെറുതൊക്കെ ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും അത് കാര്യങ്ങൾ നടപ്പിലാക്കാനൊന്നും 3 പാർട്ടികളെ കൊണ്ട് ഭരണം വന്നാലും അത് നടക്കുള്ള കാര്യമല്ല. അങ്ങനെ ഭരണം വരണമെങ്കിൽ ഒരു രാജഭരണം വേണം. അങ്ങനെയാണെങ്കിൽ ഒരു മഹാബലി തന്നെ ഭരിക്കേണ്ടി വരും.